അതല്ല, ഇത് കൂത്താട്ടുകുളം വടകര എന്ന് പറയും. വടകര സെന്റ് ജോൺസ് യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പം അതിനു വേണ്ടി പെരുന്നാൾ കൂടാനായിട്ട് വന്ന വരവാ. പക്ഷേ പെരുന്നാൾ കൂടാൻ പറ്റൂല, കാരണം അതൊക്കെ കഴിഞ്ഞു പോകും. വഴി നീളി ഇതിലെല്ലാം പ്രദക്ഷിണം പോയതാട്ടോ. 12 കിലോമീറ്റർ ചുറ്റിയുള്ള പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രിയായിരുന്നു. അപ്പം എവിടെയൊക്കെ കപ്പേളയിലെ കുരിശുപള്ളിയിലൊക്കെ ആയിരുന്നു കേട്ടോ ലൈബ്രറി. ഇപ്പോഴും ലൈബ്രറി ഇവിടെ തന്നെയാണ്. ലൈബ്രറിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഒരു വള്ളി പെരുന്നാൾ കൂടാനായിട്ട് വന്നതാ. പക്ഷെ പെരുന്നാളൊക്കെ ഇപ്പൊ തീർന്നു കാണുമായിരിക്കും. കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. ഞാന് 3 വർഷം എന്നും പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. ഡിഗ്രിക്ക് പഠിച്ചപ്പം എൻ്റെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ പോകുന്നത് കൂത്താട്ടുകുളം വടകരയിലുള്ള, വടകര അങ്ങ് മലബാറിലുണ്ട് കേട്ടോ. അതല്ല, ഇത് കൂത്താട്ടുകുളം വടകര എന്ന് പറയും. വടകര സെന്റ് ജോൺസ് യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പം അതിനു വേണ്ടി പെരുന്നാൾ കൂടാനായിട്ട് വന്ന വരവാ. പക്ഷേ പെരുന്നാൾ കൂടാൻ പറ്റൂല, കാരണം അതൊക്കെ കഴിഞ്ഞു പോകും. വഴി നീളി ഇതിലെല്ലാം പ്രദക്ഷിണം പോയതാട്ടോ. 12 കിലോമീറ്റർ ചുറ്റിയുള്ള പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രിയായിരുന്നു. അപ്പം എവിടെയൊക്കെ കപ്പേളയിലെ കുരിശുപള്ളിയിലൊക്കെ പ്രദക്ഷിണത്തിന് വരവേൽപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. വഴി നീളയാണെങ്കിൽ ട്യൂബ് ലൈറ്റൊക്കെ. ഇന്നലെ രാത്രി വരുവായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കാണാനൊക്കെ. വലിയ പ്രദക്ഷിണല്ലേ വരുന്നേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമില്ല, 2 വർഷം മുമ്പ് ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കാണാറുള്ളതാണ്. പക്ഷെ വടകരപ്പള്ളിയിൽ പെരുന്നാൾ കൂടിയിട്ട് വർഷങ്ങളായി. ഒരു മിനിമം ഒരു 10 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ പെരുന്നാളിന് പിന്നെ ഇവിടെ നിന്ന് പോയ പിന്നെ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ വന്നിട്ടുണ്ടായില്ല. പക്ഷെ എന്ന് വരണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നില്ല. ഇതാണ് വഴി. അപ്പൊ ഈ ഭാഗത്തൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് കൂത്താട്ടുകുളത്തൊക്കെ. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോവുക. എല്ലാരും പോകുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എല്ലാം കഴിഞ്ഞ് 1 മണിയായില്ലേ. കാട് കിടന്നിടത്ത് കൂടെ ഇല്ലാന്ന് പറഞ്ഞുള്ള അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോ ചെല്ലാൻ പോകുന്നത്. ഇതാണ് പള്ളി. അങ്ങോട്ട് കയറ്റ ചേട്ടനെ അങ്ങോട്ട് പോണ. അങ്ങോട്ട് കയറ്റ. വണ്ടി വരുന്ന കണ്ടപ്പോ അറിഞ്ഞൂടായിരുന്നോ? അപ്പതേ വഴി നീളെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ പള്ളി കഴിഞ്ഞ് പോവുകയാണ്. പ്രദക്ഷിണമൊക്കെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. നേരെ വന്ന് ഞങ്ങൾ മെഴുകുതിരി വാങ്ങി കത്തിച്ചിട്ട് പള്ളിയിലേക്ക് കയറാം.
ഒരു മാവ് പൂത്ത് കാച്ചു നിൽക്കുന്നുണ്ട്. നല്ല രസമില്ലേ കാണാൻ പള്ളിമുറ്റത്ത്. നമ്മൾ വന്നപ്പോഴത്തേക്കും പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് മുത്തുക്കുടകളൊക്കെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ ഇടതുവശത്തുള്ള മുറ്റമാണ്. അച്ഛന്മാരെ അടക്കം ചെയ്താണ് കേട്ടോ. യാക്കോബായ ഓർത്തഡോക്സ് പള്ളികളിലെ അച്ഛന്മാർ മരിച്ചാൽ ഇതുപോലെ പള്ളിയുടെ പുറകിലുള്ള മുറ്റത്താണ് ഖബറടക്കുന്നത്. തൊട്ട് താഴെയല്ലേ? അപ്പം അത് ആ സെമിത്തേരി ചെറുതാ. ഇതാണ് നമ്മൾ വടകര പള്ളിയുടെ സെമിത്തേരി കേട്ടോ. നിറയെ കല്ലറകളായി. ഞാൻ വരുമ്പോൾ ഇത്രയും കല്ലറയൊന്നുമില്ല. നിറയെ കല്ലറകളായി. പഴയ കല്ലറയൊക്കെയാണ് ഇത്. ഇങ്ങ് പോരാ. ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ പോയി നിൽക്കണ്ട. ഇങ്ങ് പോരാ. എന്ത് കല്ലറയാ അല്ലേ? ഇതാണ് മറ്റേ എറമ്പാച്ചിനെ അടക്കിയേക്കുന്ന. ഇവിടെയാണ് അടയ്ക്കാൻ വെറ്റിലയും വയ്ക്കുന്നത്. അതെ വെച്ചിട്ടുണ്ട് കേട്ടോ. പല്ലുവേദനയ്ക്ക് വേണ്ടിയിട്ട് നേർച്ച നേടുന്നതാണ്. അടയ്ക്കാൻ പറ്റില്ലേ? ഇതിങ്ങനെ പണ്ടാരാണ്ട് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ അടയ്ക്കാൻ പറ്റില്ല പുകയിലൊക്കെ വയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പം പല്ലുവേദനയ്ക്ക് വേണ്ടിയിട്ട് നേരുന്നതാണ്. പല്ലുവേദന ഇല്ലാണ്ട് വരുമെന്ന്. കുന്നത്ത് എന്നാ ചേട്ടാ എഴുതിയേക്കണേ? പഴയ ലിപിയ കന്നിൻ. അയ്യോ അറിയത്തില്ല. ഇതാണ് ആ റമ്പാച്ചൻ. ഇത് അടയ്ക്കാൻ പുകയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദന പിന്നെ വരാറില്ല എന്ന് ഒരു വിശ്വാസമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഖബറിടം. പഴയ കാലത്തെ കല്ലറകളൊക്കെ കാണണമെങ്കിൽ യാക്കോബായ പള്ളി ചെന്നാൽ മതി. എന്താ വെട്ടുകല്ലും കൊണ്ട് ഇത് കണ്ടോ ചേട്ടാ? ഇത് വെട്ടുകല്ലും കൊണ്ട് ഉണ്ടാക്കിയേക്കണേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരോ മരിച്ചതായിരിക്കാം. ഇത് പിന്നീട് തുറന്നിട്ടൊന്നുമില്ല. അവർ ഈ ഇടവകയിൽ ഇപ്പം ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല കേട്ടോ. BEd പഠിച്ച ഒരാളായിരുന്നു അത്. CJ ജോസഫ് 1963 മരിച്ചു പോയതാണ്. 30 ജനിച്ചിട്ട്. BEd ആയിരുന്നു. ഇതാ മഞ്ചൽ. ശവമഞ്ചലായിരിക്കും ചിലപ്പം പണ്ടത്തെ. ഇതാ അടുത്തൊരു കല്ലറ. മരിച്ചവരുടെ പേരും തൊമ്മൻ. 2020 അവസാനത്തെ ആളും പോയി. ഇനിയിപ്പോൾ ഒരാളെ അടക്കി അവിടെ എഴുതി വെക്കൂല്ലേ ചേട്ടാ? അത് വേണ്ട. സൈഡിൽ നിന്റെ സൈഡിലില്ല. അതാ എന്നാടാ ഇതോ? ആ ചോക്ലേറ്റ് അല്ലേടാ വീട്ടിൽ കൊണ്ട് വെച്ചേക്കണത്? അതൊക്കെ തന്നെ ആടാ അച്ഛാ. ഇതൊക്കെ പണ്ട് വാങ്ങിച്ചെന്നാണ്ട് എടുത്തോ.
പണ്ട് വാങ്ങണ സാധനങ്ങൾ വാങ്ങണം. വെള്ളോണ്ട് എടുക്കാം. വേറെ എല്ലാം വേണോ? ഹൽവ വേണോ? ഏതാ? അത് വേണ്ട. ഇതാണോ? ഇതാണോ? ഇതാ. ആ ഇത് മതി, കൊടുത്തേരാ. അപ്പം നമ്മളിതേ പലഹാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പള്ളിയിലാണെങ്കിൽ ഒട്ടും ആളില്ല. അച്ഛനും നടന്നിട്ടുണ്ട്. അച്ഛനും ഫാമിലിയും ആയിരിക്കാം. അപ്പതാ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ കൂടിയില്ലേലും പള്ളിയിലൊക്കെ കയറി വഴിപാടൊക്കെ ഇട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച പള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. പണ്ടായിരുന്നപ്പം ഇതാ ഈ ഒരു കെട്ടിടമൊക്കെ കണ്ടു. ഇവിടെ നിറച്ച കലം വിൽപ്പനക്കാർ, അങ്ങനെ ഓരോ വിൽപ്പനക്കാരൊക്കെ വന്നിരുന്നോണ്ടിരുന്ന സ്ഥലമാണ് ഈ ഓടിട്ട കെട്ടിടങ്ങൾ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നിറച്ച ഭിക്ഷക്കാർ വന്നിരിക്കുമായിരുന്നു. കാലും കയ്യും ഇല്ലാത്തവർ, അങ്ങനെ ഇല്ലാത്തവരൊക്കെ ആയിട്ട് കിടത്തിയിട്ടൊക്കെ ആൾക്കാർ മാറി നിൽക്കും അവരെ ഭിക്ഷയ്ക്ക്. അതൊന്നും ഇപ്പം ഇല്ലല്ലോ. പിന്നെ ആളും ആരവോ ഇല്ലാതൊരു വടകരപ്പള്ളി പെരുന്നാൾ കൂടി. പിന്നെ പാച്ചോറ് നേർച്ചയൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പം നമ്മളത് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ നിന്നൊരു 2 വളവ് മാറിക്കഴിഞ്ഞാൽ മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജാണ് ഞാൻ പഠിച്ച കോളേജ്. ജസ്റ്റ് അവിടെ കൂടി പോയി എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇത് കാറിൻ്റെ ക്ലാസ്സിലേക്ക് നോക്കിക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എന്നാ നമുക്ക് പോകാം. ആൾക്കാർ ഇപ്പോഴും പള്ളിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ പെരുന്നാൾ കൂടിയവരൊക്കെ അകലേന്നൊക്കെ വരുന്നുണ്ട്. പണ്ടൊക്കെ ഈ സമയത്തൊക്കെ എന്താളുണ്ടാവേണ്ടതാ. ഇപ്പം ആരുമില്ല, ഒന്നുമില്ല. പുതിയൊരു പള്ളി ഇതേ താഴെ പണിതിട്ടുണ്ട്. അതൊരു പള്ളിയാ ചേട്ടാ. അപ്പോൾ ആളും ആരവവും ഒക്കെ കുറവാണെങ്കിലും വടകരപ്പള്ളി പെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഇതാണ്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് മണിമലക്കുന്നിലൊക്കെ. തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നുകൊണ്ടിരുന്ന വഴി 3 വർഷം ഒലിയപ്പുറം. ഈ സ്ഥലം ഒലിയപ്പുറം.
ടൗണ് ഉണ്ടോ? അടുത്ത ടൗണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ആർച്ചുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് പോയാൽ മതി. TNJK മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്. ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജ്. ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്ന്. ആ വലത് സൈഡിൽ നിന്ന് നട്ടും അതേ ഒരു സ്കൂട്ടർ ഇറങ്ങി വന്നാണ്ടോ? അതെ, ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന്. അതെ, മുകളിലേക്ക് ഞാൻ പഠിച്ച കോളേജിൻ്റെ ആർച്ച്. ഈ കയറ്റം കയറിയ പോയിക്കൊണ്ടിരുന്നെ എന്നും. ഞാൻ പഠിച്ച എൻ്റെ കോളേജ്. മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജ് BA എക്കണോമിക്സ് 2003-2006 ബാച്ച് വിദ്യാർത്ഥിനിയായിരുന്നു ഞാനും. നീ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ പോരെ. പിന്നെ നല്ല അടിപൊളി കോളേജാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ പഠിച്ച കോളേജും ഇവിടെ ആയിരുന്നു കേട്ടോ. ലൈബ്രറി ഇപ്പോഴും ലൈബ്രറി ഇവിടെ തന്നെയാണ്. ലൈബ്രറിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. പിന്നെ കോളേജ് അതാണ്. ആ സ്റ്റെപ്പുകളും അതിൻ്റെ മുകളിലും ഉണ്ട് ഒരു 18 പടി കയറി ചെന്ന് കഴിയുമ്പം ഒരു കെട്ടിടമുണ്ട് ഏറ്റവും ടോപ്പിലായിട്ടാ. അതൊന്നും ഇപ്പോൾ വർക്കിംഗ് ഒന്നുമല്ല, വർക്കിംഗ് കണ്ടീഷനിലല്ല. അതായിരുന്നു പണ്ട് കോളേജ്. ഇത് ഞങ്ങളാണ് ഇതിലാദ്യമായിട്ട് കയറി താമസം നടത്തിയ കുട്ടികൾ. ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി. അതുവരെ ഞങ്ങൾ മുകളിലായിരുന്നു. അപ്പോൾ ഈ ഇതിങ്ങനെ വലിയ കുന്നെന്നല്ല പേര്. അപ്പോൾ ഈ കുന്നിങ്ങനെ കയറി വന്നിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് ഇതിലിങ്ങനെ കയറിയിട്ട് പിന്നെ അതേ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോഴായിരുന്നു അന്ന് കോളേജ് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇവിടെ വർക്കിങ്ങും എന്തൊക്കെ കാര്യങ്ങളും പിള്ളേർ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോളേജിൻ്റെ മെയിൻ ബ്ലോക്ക് അതാണ്. അപ്പോൾ ഇവിടെ പഠിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇവിടെ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു കസിൻ്റെ മകൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ ഇടം. അപ്പം നമ്മളിതാ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്, പോവുകയാണ്. നല്ല തണലില്ലേ, നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ, മരങ്ങളുള്ളത് കൊണ്ട്. എന്നാ പറ്റിയ എന്തിനാ നിനക്ക് അതിന് ഇവിടെ നൊക്കളാച്ചിയൊന്നും ഇല്ലല്ലോ. ഈ വീടിന്റെ മുകളിലൊക്കെ പേയിങ് ഗസ്റ്റൊക്കെ ആയിട്ടാണ് പിള്ളേർ താമസിക്കണ്ടായിരുന്നു. അതുപോലെ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ചേട്ടൻ മരിച്ചുപോയി. ആ ബുക്ക് സ്റ്റോളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ചേട്ടൻ. അങ്ങനെ ഈ വീടൊക്കെ പുതിയതായിട്ട് വന്നത്. ഈ വീട് ആ വീടൊക്കെ ഇവിടെയൊക്കെ കുറച്ച് കൊച്ചു വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ടാണ് ബസ് കയറിക്കൊണ്ടിരുന്നത്. ഞങ്ങളും ഇവിടെ നിന്ന് കയറി, പിള്ളേർ ഇവിടെ വന്നിരിക്കണം ആയിരിക്കും. ഇപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ കൂത്താട്ടുകുളം യൂദാസ്ലിഹായുടെ പള്ളിയിൽ വന്നതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ നിലവിളക്ക് എന്ന് പറഞ്ഞ് അന്ന് ഈ നിലവിളക്ക് സ്ഥാപിച്ചപ്പം ഭയങ്കരമായ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതാണ് വിളക്ക്.
അപ്പം ഇതാണ് വിളക്കിട്ട തസ്ലീഹായുടെ തിരുശേഷിപ്പാണ് ഇട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ അരി നിറച്ചുണ്ട്. ഇവിടെ നിന്നിങ്ങനെ അരി ഇങ്ങനെ കോരിയെടുത്തിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇടും. അതൊരു നേർച്ചയാണ്. ഹോളി ഫാമിലി ഫൊറോന ചർച്ച് കൂത്താട്ടോളാണ്. പക്ഷേ യൂദാസ്ലീഹായാണ് ഇവിടെ മധ്യസ്ഥനായിട്ട് ഉള്ളത്. ഏത് കാര്യം സാധിച്ചു തരുന്നൊരു പുണ്യാളനാണ്. ഇതാണ് കൂത്താട്ടോളം വിളക്കുള്ള പള്ളി. വിളക്കുള്ള പള്ളിയിലുള്ള ബാക്കി കാര്യങ്ങളിതാണ്. ഞാൻ ഒരുപാട് നൊവേനയും കുർബാനയും കൂടിയിട്ടുള്ള ഈ പള്ളിയിൽ വന്നിട്ട് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ കൂട്ടുകാരി രാജ്യങ്ങളുടെ ഇവിടെ നൊവേന കൂടാനായിട്ട് വരുമായിരുന്നു. അങ്ങനെ നമ്മൾ വടകര പള്ളി പോയി പെരുന്നാൾ കൂടി എന്ന് പറയാം. അതിനുശേഷം നമ്മൾ മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജിലും പോയി, കൂത്താട്ടോളം പള്ളിയിലും വന്നു. ഇനിയിപ്പം അതിലിറങ്ങാൻ പറ്റുമൊന്നുമില്ലല്ലോ, വണ്ടി തിരിക്കണം. ഇറങ്ങാവോ? ആരാ പറഞ്ഞ? അവിടെ താഴേക്ക് ഉണ്ടോ ഇറങ്ങാൻ? ആണോ? അങ്ങോട്ട് വണ്ടിയൊന്നും പോണില്ല അല്ലേ? അപ്പൊ ഇനിയിപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചെറുതായിട്ടൊരു പെരുന്നാൾ കൂടിയ വീഡിയോ ആയിരുന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. ഓരോ ഷെയറിങ്ങും ആണ് നമുക്കുള്ള സപ്പോർട്ട് കേട്ടോ. നമ്മളെ കുറച്ച് പേരൊക്കെ അറിയുന്നതും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നതും ഒക്കെ നിങ്ങളുടെ ഷെയറിങ്ങിലാണ്. അപ്പോൾ ആൻസോട്ടറിനെ കുറച്ച് ഒരു ബോളും ഒരു കാറൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, കാറ് ഏതോ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ് ബൈ. അതിന് മുമ്പായിട്ടൊരു കാര്യം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, സൗന്ദര്യ ബ്യൂട്ടി പാർലർ. ഇത് കല്യാണത്തിന് ഞാൻ ഒരുങ്ങിയത് ഇവിടെ വന്നാണ് കേട്ടോ. മുമ്പ് ആ ചേച്ചിയുടെ അടുത്ത് വന്ന് ഒരുങ്ങിയതാണ്. പിന്നെ ഇന്ന് വരെയാണ് ചേച്ചിയെ കണ്ടിട്ടും ഇല്ല, ചേച്ചി എന്നെയും കണ്ടിട്ടില്ല. നമ്മുടെ വല്ല വീഡിയോ പിന്നെ അവിടെ ബ്യൂട്ടി പാർലർ ഇപ്പോഴും ഉണ്ടോ? ചേച്ചിയുണ്ടോ? ചേച്ചിക്ക് എന്തിന്? അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. ബൈ. ഒരു ദിവസം ചേച്ചിയുടെ അടുത്ത് നമുക്ക് പിരികം ത്രെഡ് ചെയ്യണം. പിരിക ഇല്ല എന്നാലും ഉള്ളത് ത്രെഡ് ചെയ്യാം. അപ്പം ബൈ 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 ബൈ.